വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നന്മ ചെയ്യുന്നവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യം. നസ്രയത്തിലെ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതെങ്ങനെയെന്ന് നോക്കൂ. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയെല്ലാം സുഖപ്പെടുത്തിക്കൊണ്ടും സഞ്ചരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട കർത്താവ് നല്ലവനാണ്. അവൻ നല്ലവനായതിനാൽ അവൻ നന്മ ചെയ്യുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയെല്ലാം സുഖപ്പെടുത്തിക്കൊണ്ടും സഞ്ചരിച്ചുവെന്ന് ബൈബിൾ പറയുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നന്മ ചെയ്തും സഞ്ചരിച്ച അതേ യേശു ഇന്നും മാറ്റമില്ലാത്തവനാണ്. അവനിപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് നന്മ ചെയ്യാൻ ആകാംക്ഷയോടെ മനസ്സോടെയും തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരാളുണ്ട്. അത് സാത്താനാണ്. മറ്റൊന്നിനും വേണ്ടിയല്ല അവൻ വരുന്നത്. എന്നാൽ നല്ലവനായ യേശു വന്നത് നമുക്ക് ജീവൻ ലഭിക്കാനും അത് സമൃദ്ധമായി ലഭിക്കാനുമാണെന്ന് യോഹന്നാൻ 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. നന്മ ചെയ്യുന്ന യേശു നന്മ ചെയ്യുന്നതിൽ മാത്രം അവസാനിച്ചില്ല. തിന്മ ചെയ്യുന്ന സാത്താനെ അവൻ ഓടിക്കുകയും ആളുകളെ അവന്റെ പിടിയിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നു. തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നത് അവൻ നന്മ ചെയ്തുകൊണ്ട് പിശാചിനാൽ പീഡിതരായ എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടും സഞ്ചരിച്ചു എന്നാണ്. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ഒരിക്കൽ ഒരു സ്ത്രീക്ക് ഗുരുതരമായ രോഗം പിടിപെട്ട് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. 5 വർഷത്തോളം ആ രോഗം അവളെ വേദനിപ്പിച്ചു. രോഗത്തിന്റെ കാരണം തിരിച്ചറിയാൻ ഡോക്ടർമാർ പാടുപെട്ടു. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു. പക്ഷെ അവളുടെ അവസ്ഥയിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. ഒരു ദിവസം ദൈവദാസിയായ ഒരാൾ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ആ ആശുപത്രിയിലെത്തി. കണ്ണുനീരോട് ആ സഹോദരി നിലവിളിച്ചു, സാർ, കർത്താവ് യഥാർത്ഥത്തിൽ നല്ലവനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രോഗം? മരണവുമായി ഈ പോരാട്ടം എന്തുകൊണ്ടാണ് ഈ പാഴായ ചെലവ്? പ്രസംഗകൻ യോഹന്നാൻ 10-ാം അധ്യായം 10-ലേക്ക് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ രോഗശാന്തിയെ തടയുന്നത് സാത്താനാണ്. അവൻ ഒരു കള്ളനാണ്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും മാത്രമാണ് കള്ളൻ വരുന്നത്. എന്നാൽ കർത്താവായ യേശു വന്നത് നിങ്ങൾക്ക് ജീവൻ ലഭിക്കാനും അത് സമൃദ്ധമായി ലഭിക്കാനുമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത്രേ വേണ്ടൂ. സന്നിഹിതരായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവളുടെ ഉള്ളിലെ അശുദ്ധാത്മാക്കൾ ഓടിപ്പോയി. കർത്താവ് അവളെ പിശാചിന്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായും വിടുവിച്ചു. ആ ദിവസം തന്നെ അവൾക്ക് ദിവ്യമായ രോഗശാന്തി ലഭിച്ചു. നല്ല കർത്താവായ യേശു ക്രിസ്തു സാത്താന്റെ എല്ലാ ശക്തിയുടെയും മേൽ നിങ്ങൾക്ക് അധികാരവും ആധിപത്യവും നൽകിയിരിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരം പ്രയോഗിച്ച് അവനെ ശാസിക്കുക. അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവായ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും നന്മ ചെയ്യുന്നവനായ അവനെ സ്തുതിക്കുകയും ചെയ്യുക. അപ്പോൾ തിന്മ നീങ്ങിപ്പോകും, അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകും, നന്മ പെരുകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം. കുഞ്ഞാടിന്റെ രക്തത്താലും അവരുടെ സാക്ഷ്യവചനത്താലും അവർ അവനെ ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ ജീവനെ സ്നേഹിച്ചില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സംഖ്യാപുസ്തകം 7-8 അധ്യായങ്ങൾ, വൈകുന്നേരം മർക്കോസ് 4-ാം അധ്യായം 21 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.